ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോയ കൊണ്ടൊരു സമൂസയാണ്. ക്രാഫ്റ്റി കലവറയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് പൊട്ടറ്റോ വേണം, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, മെയിനായിട്ട് സോയ. ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസം കുതിർത്തിടുന്നതാണ്. ക്യാരറ്റും പൊട്ടറ്റോസും ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട, അത് വെന്ത് കലങ്ങി പോവരുത്, കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. ഗ്രീൻ പീസ് മാത്രം ആദ്യം ഇടണം, കാരണം ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തു പോവും. അങ്ങനെ വെന്തു പോകണ്ട, നമുക്ക് എല്ലാം ഈ ക്യാരറ്റും പൊട്ടറ്റോസും ഗ്രീൻ പീസും നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം, എങ്കിൽ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലേശം ഉപ്പ് ചേർക്കണം. നമ്മൾ ഈ പൊട്ടറ്റോസും ക്യാരറ്റും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ചേർക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടണ്ട, ലേശം ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിലൊക്കെ വരുമ്പോൾ തന്നെ അതൊന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് സോയ വേവിച്ചെടുക്കുക. അതിനായിട്ട് തിളച്ച് വെച്ച വെള്ളത്തിലോട്ട് ഈ സോയ ഇടുക. അതിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് റെഡി ആയിട്ടുണ്ട്. കടിക്കാൻ കിട്ടുന്ന ഈ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത്. ഒരുപാട് വെന്ത് കുഴയണ്ട കേട്ടോ. നമ്മൾ വെന്തോന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യാൻ കിട്ടണം. അങ്ങനെ അത്രയും മതി, എങ്കിലേ കടിക്കാൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒരു വിസിലൊക്കെ വന്നാൽ മതിയാവും. അതും ഇതുപോലെ ഒരുപാട് വെന്ത് കുഴയേണ്ട, നമ്മളൊന്ന് ഉടയ്ക്കും. അപ്പോഴും കടിക്കാൻ കിട്ടണം. കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളം വെക്കരുത്, കുറച്ച് വെള്ളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടി. ശേഷം നമ്മൾ നേരത്തെ അത് തിളച്ച വെള്ളത്തിലിട്ട് ആ സോയ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഒരു മത്ത് മണവും അതുപോലെ തന്നെ ഒരു മത്ത് ടേസ്റ്റും ഉണ്ട്. അത് അത്രയ്ക്ക് നല്ലതല്ല. ഒരു സോയയുടെ വേറെ ഏതൊരു ടേസ്റ്റേ കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു 2-3 വെള്ളത്തിൽ ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ മത്ത് കളയണം. കളഞ്ഞത് മാറ്റി വെച്ചിട്ട് നമുക്കത് ചെറിയ പീസായിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരും, അതിൻ്റെ ഒരു മത്താണ് അത് നമ്മൾ എടുക്കരുത്, അത് കളയണം. ഇനി നമ്മൾ ഒരുപാട് ചെറിയ ക്യൂബായിട്ട് മുറിക്കണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, എങ്കിൽ ഇത്രയും വലുതാക്കി ഇടാനും പാടില്ല. അപ്പോൾ ഇങ്ങനൊരു ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും സാധനം പോരല്ലോ, ഒരു മസാലയും കൂടി വേണം. അതിനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം വേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രം ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയും ഇതൊന്നും ഒരുപാട് വഴണ്ടു പോവരുത്, ഇതൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ഒരുപാട് വഴണ്ടുപോയാൽ നമുക്ക് ഈ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്രയും ഇതിനെടുക്കണ്ട, ഒരു സ്വീറ്റ്നെസ് ഒക്കെ സമൂസയ്ക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സവോളയും പച്ചമുളകും ഇട്ട് നന്നായിട്ടിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടിട്ട് വഴറ്റുക. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തോ എന്ന് നോക്കണം. അത് വെന്തു കുഴയേണ്ട, ഒരു വിസിലൊക്കെ അടിച്ചാൽ മതിയാകും. കണ്ടോ, ഇതുപോലെ ക്യൂബ് പീസായിട്ട് തന്നെ കിടക്കണം. നമ്മൾ അവസാനം ഒന്ന് ഉടയ്ക്കും, മസാലയൊക്കെ ചേർത്തിട്ട് ഉടയ്ക്കും. ഇതുപോലെ കട്ട് ചെയ്യുന്ന പീസായിട്ട് അങ്ങനെ കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് അതൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് എടുക്കണം. വേറെ ഗരം മസാല അതൊന്നും ഉപയോഗിക്കരുത്, മല്ലിപ്പൊടി, ആ മസാലാസ് ഒന്നും ഉപയോഗിക്കരുത്. ഈ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ചിക്കൻ മസാലയും കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റണം. മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ അതിലോട്ട് ടൊമാറ്റോ സോസ്, നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. ടൊമാറ്റോ സോസ് കുറച്ച് ഒരു 1 ടീസ്പൂണൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സോയ അതിലോട്ട് ചേർത്ത മസാലയൊക്കെ അതിൽ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ ആ വെള്ളം കളഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ആ മസാല ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ ആ കുറച്ച് വെള്ളം ഒന്ന് പറ്റി മസാലസൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി അങ്ങനെ മസാലസൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ
പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രീൻ പീസും അതിലോട്ട് ചേർത്ത് ഈ മസാലാസൊക്കെ അതിൽ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു. ഒരുപാട് അങ്ങനെ സ്മാഷ് ചെയ്ത് അങ്ങനെ എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഉടച്ചു കൊടുത്താൽ മതി. അത് കടിക്കാൻ കിട്ടണം, നേരത്തെ പറഞ്ഞ പോലെ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ, വെജിറ്റബിൾസിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതുപോലെ നന്നായിട്ട് മസാലാസൊക്കെ ഇപ്പോൾ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വേണം. അതിലാണ് നമ്മൾ ഈ മസാല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 30 മിനിറ്റ്സിന് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാൽ നല്ല ഒരു ഇതായിട്ട് കിട്ടും. ഇനി അതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മസാല അത് കുറച്ച് മതി. ഒരുപാട് ഫില്ല് ചെയ്ത് കുത്തി നിറയ്ക്കരുത്. കാരണം അത് ഫില്ല് ചെയ്ത് ചെയ്യാൻ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് മസാലയൊക്കെ പോകും. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മുടെ മൈദപ്പൊടി ഇല്ലേ, അതിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് ഇതുപോലെ പശപ്പരുവത്തിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചത് ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടണ്ട, കുറഞ്ഞ തീയിലിട്ട് ഇങ്ങനെ ഇട്ട് വേവിക്കുക. നമ്മുടെ മസാലാസൊക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് ഈ ഷീറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതിയാവും. ഈ ഒരു ഗോൾഡൻ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഒരു സൈഡ് മാത്രം ഒരു 2 മിനിറ്റോളം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കരിഞ്ഞു പോകും. ഓൾറെഡി അത് കുക്കാണല്ലോ. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടിയാൽ മതി. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ